അൽഹംദുലില്ലാഹി വഹദഹു അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فمن يرد الله أن يهديه يشرح صدره للإسلام. أما بعد. സ്നേഹിതരനായ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ചർച്ച ചെയ്യുന്നത് ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യത ആധുനിക സമൂഹത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കറിയാം, ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം നടന്നപ്പോൾ 2000-ലും അതേപോലെ 1990-നും 2000-നും ശേഷം നടന്ന ആഗോളവൽക്കരണത്തിൽ മുമ്പത്തെ പോലെയല്ല. നമുക്കറിയാം എന്താ ഗ്ലോബലൈസേഷൻ എന്നുള്ളത്. ഒരു രാജ്യത്തുള്ള ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ അത് ലോകം മുഴുവനും വ്യാപിപ്പിക്കുന്നതിനാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ആഗോളവൽക്കരണം എന്ന് പറയുന്നത് അത് മുൻകാലങ്ങളിൽ ഗ്ലോബലൈസേഷൻ നടന്നപ്പോൾ വ്യാവസായിക കാർഷികമായിട്ടുള്ള പുരോഗതി മാത്രമായിരുന്നു ലോകത്തേക്ക് വ്യാപകമായിരുന്നത്. കാരണം അന്ന് വഹിച്ചിരുന്നത് ആ രാജ്യത്തുള്ള കപ്പലുകളും ശേഷം എയർക്രാഫ്റ്റുകളും ആയിരുന്നു ടെക്നോളജി എത്തിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു ആ ടെക്നോളജിയും അവരുടെ ഉൽപ്പന്നങ്ങളും ലോകത്ത് വ്യാപകമായത്. അതുകൊണ്ട് ആ ടെക്നോളജി മാത്രമായിരുന്നു ലോകത്തേക്ക് എത്തിയത്. ആ രാജ്യത്തുള്ള അധാർമികത അഥവാ വേദഗ്രന്ഥം യഥാർത്ഥ രൂപത്തിൽ പഠിപ്പിക്കപ്പെടാത്ത പാശ്ചാത്യരുടെ അധാർമിക ജീവിത പദ്ധതികൾ ലോകത്തേക്ക് എത്തിയില്ല. പക്ഷേ 2000-ൽ നടന്ന ആഗോളവൽക്കരണത്തിലൂടെ ഇൻ്റർനെറ്റ് വ്യാപകമാവുകയും തത്സമയം പാശ്ചാത്യരിലെ അവിശ്വാസികളിലുള്ള വിശ്വാസവും കർമ്മവും നമ്മുടെ ലോകം മുഴുവനും ഉള്ള മുസ്ലിങ്ങളിലും അമുസ്ലിങ്ങളിലും ഒരേപോലെ വൈഡ് സ്പ്രെഡായി വ്യാപകമായി വ്യാപിച്ചപ്പോൾ അതിൻ്റെ കൂടെ അവരുടെ അധാർമികതയും ബാധിച്ചു. നമുക്കറിയാം, ലോകത്തെ നമ്മൾ ഗ്രാഫ് എടുത്തിട്ട് പരിശോധിക്കുകയാണെങ്കിൽ, ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും, വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും, ഈ മുൻകാലത്ത് ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം ഈ ഭൂമിയുടെ പ്രതലത്തിൽ വന്നതിന് ശേഷം ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അധാർമികത നടക്കുന്ന ഗ്രാഫ് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ആദം നബി മുതൽ ഉണ്ടായിരുന്ന രോഗങ്ങളെല്ലാം വ്യത്യസ്തമായി ഇതേപോലുള്ള കൊറോണ വൈറസുകളെല്ലാം ലോകത്ത് വ്യാപകമായതുമെന്ന് നമുക്ക് മനസ്സിലാക്കാം, വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ധാർമ്മിക വിദ്യാഭ്യാസം ഇല്ല എങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യകുലം മനസ്സ് മരവിച്ച് ജീവിക്കുന്ന മനസ്സ് മരിക്കുന്ന ഒരവസ്ഥയിലാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ ആ പഠനം വിശുദ്ധ ഖുർആൻ മാത്രമല്ല, ഇന്ന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക മനുഷ്യാരോഗ്യ സംഘടന നടത്തിയ പഠനത്തിലും നമുക്കറിയാം 1.27 ഏകദേശം മില്യൺ ജനങ്ങളിൽ അവർ നടത്തിയ പഠനത്തിൽ 4-ൽ 1 മാനസിക സംഘർഷത്തിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഔഷധങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ സഹിക്കുന്നു എന്നാണ് പറയുന്നത്. അഥവാ മനസ്സ് മരിച്ച ശരീരം ജീവിക്കുന്ന ഒരു ജീവികളാണ് ഭൂമിയുടെ മൊത്തത്തിലുള്ളത്. ധാർമ്മിക വിദ്യാഭ്യാസം യഥാർത്ഥ രൂപത്തിൽ ലഭിച്ചവരൊഴികെ അതിൽ നിന്ന് സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ മീഡിയകൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ മുൻകാലങ്ങളിൽ അമുസ്ലിങ്ങളിൽ വരെ ഇല്ലാത്ത അധാർമികത ഇന്ന് നമുക്കറിയാം വ്യാപകമാണ്. മദ്യവും മയക്കുമരുന്നും വ്യാപകമാണ്. അറബിക് കോളേജുകളിലുള്ള വിദ്യാർത്ഥിനികളിൽ വരെ സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അത് കണ്ടുവരുന്നതായിട്ട് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ സമ്പത്തിലും മറ്റുമുള്ള വ്യാജവും കാപട്യവും
കളവും ഇന്നത്തെ പോലെ നമുക്ക് മുൻ നൂറ്റാണ്ടിൽ കാണില്ല. എല്ലാ മൊത്തം സമുദായത്തിൽ അതേപോലെ വ്യഭിചാരം, സ്വയവർഗ സംഭോഗം, LGBT എന്നെല്ലാം പേര് വിളിച്ച് നമ്മൾ മുൻ നൂറ്റാണ്ടിൽ കാണാത്ത പല പുതിയ വിഭവങ്ങളും നരകത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ നമ്മൾ പാശ്ചാത്യരിൽ മുമ്പുണ്ടായിരുന്ന നമ്മൾ വെറും അവരുടെ ലിറ്ററേച്ചർ സാഹിത്യങ്ങളിൽ മാത്രം വായിച്ചിരുന്നത് ഇന്ന് നെറ്റിലൂടെ വ്യാപകമായി നമ്മുടെ വീടിൻ്റെ അകത്തട്ടിൽ വരെ എത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാട്ടെ. അതുപോലെ കൊലപാതകം ഇന്ന് മീഡിയകൾ പ്രക്ഷേപണം ചെയ്യുന്നത് മാതാപിതാക്കളെ വരെ കൊല ചെയ്യുവാൻ ഒരു കൈക്ക് അറപ്പുമില്ലാത്ത ഒരു സമുദായം ഇന്ന് ഉടലെടുത്തിട്ടുണ്ട്. ക്രൂരമായി ചുറ്റിക കൊണ്ടടിച്ച് മാതാവിനെയും പിതാവിനെയും കൊലപ്പെടുത്തുന്ന അവസ്ഥ വരെ നമ്മൾ മീഡിയകളിൽ വായിക്കുന്നു. ഈ അവസരത്തിൽ മദ്യവും മയക്കുമരുന്നും വ്യഭിചാരവും കളവും കൊലപാതകവും അതിരുവിട്ട് വായുമ്പോൾ ഗവൺമെൻറ് അത് നിയന്ത്രിക്കുവാൻ വേണ്ടി പാടുപെടുന്നുണ്ടെങ്കിലും അവരുടെ കൺട്രോളിൻ്റെ പുറത്ത് അത് കോശിച്ച് വാഴുമ്പോൾ ധാർമ്മിക പഠനത്തിൻ്റെ അത്യാവശ്യം അത് എടുത്തോതുന്നു. ഒരിക്കലും ഒരു ലോകം മുഴുവനും കറപ്റ്റഡ് ആകില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ നിലനിൽക്കുന്നത് കൂടി തന്നെ. അത് മാത്രമല്ല ലാ തസാലു ആദിലുമ്മ ലാഹിറിൻ അലൽ ഹക്ക് ലാ യളുറുഹും മൻ ഖാലഫഹും. വേറെ ഹദീസിൽ ഖിയാമത്ത് നാൾ വരെ ഒരു വിഭാഗം ഇവിടെ സത്യം പഠിപ്പിച്ചുകൊണ്ടും ഉണ്ടാവും. ഖിയാമത്ത് നാൾ വരെ അവരാണ് ധാർമ്മിക ബോധമുള്ളവർ. അവരല്ലാതെ ഇനി നമുക്ക് നന്മകൾ കാണാൻ കഴിയില്ല. പൊതു നന്മ ഡിലൈറ്റ് ചെയ്യപ്പെട്ടതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഭൂരിഭാഗം അല്ലെങ്കിൽ ധാർമ്മിക ബോധമില്ലാത്തവരുടെ എല്ലാ ഹൃദയത്തിൽ നിന്നും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അതിലൊക്കെ ഉപരി നമ്മുടെ സന്താനങ്ങളെയും ഇനി ധാർമ്മിക ബോധത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ മനപ്പാഠം, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലുള്ള വിജ്ഞാനം, ഹദീസുകളുടെ വിജ്ഞാനം നൽകുക. അല്ലാതെ ഇനി വേറൊരു മാർഗമില്ല അവരെ സച്ചരിത പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. കാരണം നമുക്ക് തന്ന ഗിഫ്റ്റാണ് നമ്മുടെ സന്താനങ്ങൾ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ആ ഗിഫ്റ്റ് നമുക്ക് നശിക്കുന്ന വിജ്ഞാനം മാത്രം നൽകി എഞ്ചിനീയറോ ഡോക്ടറോ നമ്മളാക്കുകയാണെങ്കിൽ അവരൊരു ഗ്രന്ഥം എഴുതി അവന് നോബൽ പ്രൈസ് ലഭിച്ചാലും ആ ഗ്രന്ഥത്തിന് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ആഴ്ചകളെ കൊണ്ട് മാസങ്ങളെ കൊണ്ട് അത് മാറ്റും. ആ നോബൽ പ്രൈസിൻ്റെ വില അവൻ്റെ കബറിലുള്ള മണ്ണാകുന്നത് പോലെ അത് നശിക്കും. പക്ഷേ മറ്റുള്ള സയൻസുകളാണെങ്കിൽ മാസങ്ങളെ നിൽക്കുള്ളൂ അവൻ്റെ അഭിമാനം. പക്ഷെ അവന് വിശുദ്ധ ഖുർആനിലാണ് പുസ്തകം ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത് എഴുതുന്നത് ഉണ്ടെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെയും ഉണ്ടാവും, ഖിയാമത്ത് നാളിലും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഈ സന്താനം അവർക്ക് ഈ ലോകത്തും ഉപയോഗപ്പെടും, പരലോകത്തും ഉപയോഗപ്പെടും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് എത്തിക്കുവാനും നാം പാടുപെടുക. നമ്മുടെ സന്താനങ്ങളെ അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കുക, പ്രാർത്ഥന കൊണ്ടും അതിനുവേണ്ടിയുള്ള സെന്ററുകൾ കൊണ്ടും. എല്ലാ സെന്ററുകളിലും സത്യമുണ്ടാകില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി നമുക്ക് പ്രവചിച്ച് തന്നതാണ് അള്ളാഹുവിൽ നിന്ന്. തഫ്തറിഖു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. ഈ മുസ്ലിം സമുദായം 73 വിഭാഗങ്ങളായി പിരിയും. അതിൽ 72 നരകത്തിൽ പോകുന്നത് പോലെ ഹദീസുകളെതിരെ ബുദ്ധി ഉപയോഗിച്ചും മറ്റും അത് നിഷേധിച്ചും മാറ്റത്തിരുത്തലുകൾ വരുത്തിയവരുമായിരിക്കും. ഒരു വിഭാഗം ഒഴികെയാണ് എല്ലാ വിഭാഗവും നശിച്ചവരായിരിക്കും. ഈ ലോകത്തും അവരുടെ ഹൃദയത്തിൽ അതിൻ്റെ ആളലും പാളലും ഉണ്ടാകും. പരലോകത്ത് നരകത്തിൽ ആളലും പാളലും എത്തുന്നവരായിരിക്കും 72. അപ്പോൾ ആ വിജയിക്കുന്ന ഒരു വിഭാഗത്തെ കണ്ടുപിടിച്ച് അത് അവരുടെ സെന്ററുകളിലേക്കായിരിക്കണം നമ്മുടെ സന്താനങ്ങളെ നമ്മൾ അയക്കുന്നത്. അപ്പോൾ മാത്രമേ അവരും രക്ഷപ്പെടുകയുള്ളൂ, അവരയച്ച നമ്മളും മാതാപിതാക്കളും രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു പ്രഭാഷണത്തിൽ യൂട്യൂബിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് മുൻകാല ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ള സിഫത്ത് സലാത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. അപ്രകാരം പറയാൻ പാടില്ല എന്നുള്ളത്. കാരണം ആയിരക്കണക്കിന് കാര്യങ്ങളാണ് നബിശരീഅത്തിനെതിരെ ഓരോ മദ്ഹബിലും ഉള്ളത്.
അപ്പോൾ നമുക്കറിയാം യൂട്യൂബിൽ ഈടെ വന്നത് നിയാസ് ബിൻ ഖാലിദ് എല്ലാം പറയുന്നത് മദ്ഹബിനോട് ചേർത്തി പറയാം, നമുക്ക് അതിനോട് പ്രശ്നമില്ല എന്നാണ്. അത് ഈ തലമുറ പ്രശ്നമില്ലെങ്കിലും അടുത്ത തലമുറ നല്ലൊരു പണ്ഡിതൻ മദ്ഹബിനോട് ചേർത്തി പറഞ്ഞാൽ മദ്ഹബിൽ ആയിരക്കണക്കിന് കാര്യങ്ങൾ ഇസ്ലാമിനെതിരെയുള്ളത് പിൻപറ്റുകയും അത് അടുത്ത തലമുറ നരകത്തിൽ പോകാൻ കാരണമായാൽ അതിന് ആ പറഞ്ഞ വ്യക്തിയും അതിന് കാരണമാകും. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി എല്ലാം പറഞ്ഞത് ഒരിക്കലും മദ്ഹബ് പക്ഷപാതിത്വം അംഗീകരിക്കാൻ പാടില്ല, അവരുമായി ചേർത്തി പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് അൽബാനിയെ ഒരു മദ്ഹബോട് കൂടിയും ഞാൻ ചേർത്തി പറയുന്നില്ല. ഒരു മദ്ഹബിനോടും പക്ഷപാതിത്വം ഇല്ലാതെയാണ് സിഫത്ത് സലാത്ത് എന്ന ഗ്രന്ഥം അദ്ദേഹം ക്രോഡീകരിച്ചിരിക്കുന്നത്. ഹദീസിനൊന്നും ഖുർആനിലൊന്നും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ന് സലഫി നാമധാരികൾ വരെ കർമ്മശാസ്ത്ര ഭിന്നതയിൽ എന്തുമാകാം എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗവും. ഒരു വിഭാഗം ഒഴികെ ആ വിഭാഗത്തെ കണ്ടുപിടിച്ച് അവരുമായി നമ്മുടെ സന്താനങ്ങളെ യോജിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോഴേ സന്താനങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്ന പാതയിലാവുള്ളൂ. അവരിലൂടെ സന്താനങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം നമുക്കും ലഭിക്കുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരു വ്യക്തിയെ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവനെ രാജാവാക്കുമെന്നല്ല, അവനെ മന്ത്രിയാക്കുമെന്നല്ല പറഞ്ഞത്, കോടീശ്വരനാക്കുമെന്നല്ല പറഞ്ഞത്, അവന് വിജ്ഞാനത്തിൽ അഗാധ ജ്ഞാനം നൽകുമെന്നാണ്. അത്തരം അള്ളാഹു നന്മ ഉദ്ദേശിച്ചപ്പെടുത്തി നമ്മളെയും നമ്മളെ ഇണകളെയും സന്താനങ്ങളെയും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ വിശ്വാസികളെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.